പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തോന്നാ സ്നാക്സിനായിട്ട് കഴിക്കണ്ടേ? കട്ടൻ ചായ ഇട്ടാൽ എന്താ കൂടെ കഴിക്കാനെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ കുറച്ച് ചക്കച്ചുള മാത്രമേ ഇരിക്കുന്നുള്ളൂ. പിന്നെ ആലോചിച്ചു അതുകൊണ്ടൊരു ബജിയായാലോന്ന്. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ആ ചക്ക ബജി തയ്യാറാക്കാൻ നോക്കി. ഇപ്പം ചക്കക്കാലം ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ എപ്പോഴും നോക്കിയാലും കുറച്ച് ചക്കച്ചുളയൊക്കെ ബാക്കിയുണ്ടാവും. വൈകുന്നേരം പുഴുക്കിനെടുത്തിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ ബാക്കി വെച്ചേക്കുമായിരിക്കും. അതിൽ നിന്ന് തന്നെ പിന്നെ എടുത്തിട്ട് കുറച്ച് കടലമാവ് ഉണ്ടായിരുന്നു. കടലമാവില്ലെങ്കിൽ പേടിക്കണ്ട, കുറച്ച് അരിപ്പൊടി ഇട്ടാലും മതി. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പരുവത്തിന് ഇതേ പരുവത്തിനൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മുടെ ചക്ക അതിലേക്കിട്ട് മുക്കി തോനെ എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണയിലിട്ട് നമുക്ക് ബജി പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സൂപ്പറായിട്ടുള്ള ചക്ക ബജി നമുക്ക് തയ്യാറാക്കാം. ചൂടോടെ നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കുകയും ചെയ്യാം, ഹെൽത്തി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുകയും ചെയ്യാം. കൃത്രിമമായിട്ട് കളറോ വേറെ ചേരുവകളോ ഒന്നും ഇതിലില്ലല്ലോ, നമ്മൾ തയ്യാറാക്കുന്നതല്ലേ. പിന്നെ ഓരോന്നിൻ്റെ സീസൺ വരുമ്പോൾ ആ സീസണിൽ എന്താ കിട്ടുന്നത് അത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റം തയ്യാറാക്കാമല്ലോ. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, അതുകൊണ്ട് ചക്ക കൊണ്ട് നമുക്ക് മാക്സിമം തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും തയ്യാറാക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഒരു ചക്ക ബജി തയ്യാറാക്കി നോക്കി, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. തയ്യാറാക്കി നോക്കുമ്പോൾ നമ്മൾ കൂടെ കൂടെ പിന്നെ ചെയ്തു നോക്കും. ചക്കക്കാലം കഴിയുന്നതുവരെ നമുക്കിത് തയ്യാറാക്കാമല്ലോ.